അങ്ങനെ എൻ്റെ കാർ ഒരുവിധം ആക്കി. മേളിൽ നിന്നൊക്കെ കൊച്ച് കയറി ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കും ഇപ്പോഴും സ്നോ ഇങ്ങനെ പിന്നെയും വീഴാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ നേരം വിളിക്കുന്നവരെ സ്നോയാന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ 11 മണിയാകുമ്പോൾ ജോലിക്ക് പോകാനുള്ളതാണ്. ഗോഡ് എന്താക്കും എന്തോ. പിന്നെ ഇവിടെ ഒരു സാധനം കാണിക്കാവേ. ഇത് ഐസ് മെൽട്ടാണ്. അപ്പം നമ്മളിത് ഇടുന്നിടത്തൊക്കെ കണ്ടോ, ഐസ് മെൽറ്റ് ഇടുന്നിടത്തെല്ലാം പെട്ടെന്ന് ഇത് മെൽറ്റായി പോകും. മെയിൻ റോഡിലൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇത് ഈ ഐസ് മെൽറ്റ് ഇടുന്നവർക്കെല്ലാം ഐസ് വേഗം മെൽറ്റായി പോകുന്നുണ്ട്. കണ്ടോ, ഇത് ഞാൻ ഇച്ചിരി മുന്നേ ഇട്ട ഐസ് മെൽറ്റ് ഇട്ടതാണ്. അതെല്ലാം പെട്ടെന്ന് മെൽറ്റായി പോകും. ഹൈവേയിലും മെയിൻ റോഡുകളിലൊക്കെ നമ്മുടെ കോർപ്പറേഷനിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അവരിങ്ങനെ സോൾട്ട് വണ്ടിയിൽ വലിയ വണ്ടിയിൽ വന്ന് ഇങ്ങനെ വെതറിക്കൊണ്ട് പോകും. പക്ഷേ നമ്മുടെ ചെറിയ റോഡ് ഉൾറോഡിലൊക്കെ ഇങ്ങനെ വന്ന് വെതറില്ല. അന്നേരം നമ്മൾ വാക്കുവേലെ സ്നോ നമ്മൾ തന്നെ നീക്കം ചെയ്യണം. അല്ലെങ്കിൽ ആൾക്കാർ നടക്കുമ്പോൾ എങ്ങാനും തെന്നി വീണിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ അവർ തെന്നി വീണെങ്കിൽ അവർ നമ്മളെ സ്യൂ ചെയ്യും. അവർക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ആ നടക്കാനുള്ള 2 വരി സ്നോ നീക്കി ഇടും. പക്ഷെ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ആരും ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇറങ്ങും. ഞങ്ങൾ ന്യൂയോർക്കിലായിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ പിള്ളേർ വരുമായിരുന്നേ. വാക്കുവേയിൽ നിന്ന് സ്നോ മാറ്റാനും കാറിൽ നിന്ന് സ്നോ മാറ്റാനും ഒക്കെ അവർക്ക് പൈസ കൊടുത്താൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സ്നോ ബ്ലോവറുണ്ട്. അത് വെച്ചിട്ട് സ്നോ ബ്ലോവർ വെച്ചിട്ട് നമുക്ക് സ്നോ മാറ്റാം. എൻ്റെ വാക്കുകളൊക്കെ തെന്നി മാറിയൊക്കെ പോകണം. അത്രയ്ക്കും തണുപ്പുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റി റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ജോലിക്ക് പോകാൻ. പിന്നെ നമ്മൾ ഈ കാറിൻ്റെ മുകളിലുള്ള സ്നോ മാറ്റിയില്ല എങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവിടുന്ന് സ്നോ ഇങ്ങനെ പറകി വരുന്നവരുടെ ചില്ല വീഴുമല്ലോ. അങ്ങനെ വന്ന് എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് സ്യൂ ചെയ്യാം. സോ ഈ സ്നോ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും സ്നോ ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം തന്നെയാണ്. ഇവിടെ ഒരാൾ ഇതേ പോകുന്നു, എൻ്റെ പണിക്കാരി വീടിനകത്ത് കൈയൊക്കെ മരച്ച് റെഡിയായി. ഞാൻ ഇവിടെയും കൂടി ഇടട്ടെ കുറച്ച്, അല്ലെങ്കിലേ തെന്നി വീഴും. ഓക്കെ, ഇനി നട്ട് ചോദിച്ചു.